മല്ലിക സുകുമാരനാണ് ചേരുന്നത്. നമസ്കാരം. നമസ്കാരം. മൂവി വേൾഡ് മീഡിയയിലേക്ക് സ്വാഗതം. മൂവി വേൾഡ് ഞാൻ ആദ്യം തോന്നുന്നല്ലേ? അതെ, ആദ്യമാണ്. ഇവിടെ ആയിരുന്നു മൂവി വേൾഡ് ഇത്ര നാൾ. ഞങ്ങള് തേടിക്കൊണ്ടിരിക്കുകയായിരുന്നു ഒരു അവസരത്തിന് വേണ്ടിയിട്ട്. ഞാൻ കാണാറുണ്ട്, പക്ഷേ പറഞ്ഞല്ലേ എമ്പുരാന് കേരളത്തിൽ ടിക്കറ്റ് ഇല്ല, തമിഴ്നാട്ടിൽ ടിക്കറ്റ് ഇല്ല, കർണാടകയിൽ ടിക്കറ്റ് ഇല്ല, GCC ടിക്കറ്റ് ഇല്ല, ലണ്ടനിലില്ല. മല്ലിക സുകുമാരൻ ടിക്കറ്റ് ഉണ്ടോ? സത്യം പറയട്ടെ, എനിക്ക് ഇതുവരെ ടിക്കറ്റ് ഇല്ല. കാരണം ചോദിച്ചോ പറഞ്ഞത് ഫാൻസ് എല്ലാം കൂടെ ബുക്ക് ചെയ്തെന്നോ മൊത്തം എല്ലായിടും. പിന്നെ ആരോ പറഞ്ഞു ചേച്ചി, പിന്നെ എന്നെ ആദ്യമായിട്ട് ചേച്ചി വിഷമിക്കായിരുന്നു കേട്ടോ പറഞ്ഞ് വിളിക്കുന്നത് നമ്മുടെ സ്വയംവര സിൽക്സിന്റെ മുതലാളി ശങ്കരൻകുട്ടിയാണ്. ചേച്ചി ഷേണായസിൽ ഒരു ഷോ ഞാനും കൂടെ ഉണ്ട് അതിൻ്റെ ആഘോഷത്തിന്. ഞാൻ പറഞ്ഞു അല്ല അതല്ല, അങ്ങനെ എനിക്ക് കാണണമെങ്കിൽ തീർച്ചയായിട്ടും ആൻ്റണി എന്നെ കൊണ്ടുപോകും എന്നൊക്കെ അറിയാം. പക്ഷെ എനിക്കെന്താ അറിയോ, ഈ മോഹൻലാലും രാജുവും ഒക്കെ വരുമ്പോൾ അതിൻ്റെതായ ഒരു ബഹളവും എല്ലാം കൂടെ കാണത്തില്ല. അപ്പം എനിക്കില്ല പടമൊന്നും സ്വസ്ഥമായിട്ട് കാണണമെന്നുണ്ട്. അതിവരുടെ കൂടെ പോയാൽ ചിലപ്പോൾ നടക്കത്തില്ല. പിന്നെ പൃഥ്വിരാജിൻ്റെ അമ്മയാണെന്നും പറഞ്ഞ് നിങ്ങൾ എന്നെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഒരു സെറ്റിൽ? ഇല്ല. അതാ ഞാൻ അതിനകത്തൊന്നും വിശ്വസിക്കുന്നില്ല മോനെ. ഞാൻ അമ്മയാന്നുള്ളതിന് വേറെ സർട്ടിഫിക്കറ്റ് ഒന്നും. അപ്പോൾ അതുകൊണ്ട് അവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക. അയ്യോ പാവം ഇനി അമ്മ അവിടെ കാണും, തള്ളിയിട്ട് വീഴുമോ, ഇങ്ങനെ പല ചിന്തകളായിരിക്കും നമ്മൾ ചെല്ലുമ്പോഴേ. ഏതായാലും പക്ഷേ എനിക്ക് ഈ പടം ആദ്യ ദിവസം കാണണമെന്നുണ്ട്. അത് ഏതെങ്കിലും ഒരു തിയേറ്ററിൽ പോയത് ഞാൻ കാണും. ടിക്കറ്റായിട്ടൊന്നും കിട്ടിയിട്ടില്ല കയ്യിൽ. പക്ഷെ ഞാൻ വരുന്നു എന്ന് പറഞ്ഞാൽ ഒരു സംവിധാനം ആരെങ്കിലും ഉണ്ടാക്കും, എൻ്റെ മക്കളെങ്കിലും ഉണ്ടാക്കും. നിലവിൽ ഇതുവരെ ഒരു ടിക്കറ്റ് ആയിട്ടൊന്നും അയ്യോ ഒന്നുമില്ല. നോക്കുമ്പോൾ കാണാം അവിടെ ബുക്ക് ചെയ്ത് ഇവിടെ ഫുള്ളാന്ന്. എനിക്ക് ചിരി വന്നതാ, അമേരിക്കയിലെ ഫസ്റ്റ് ഷോയ്ക്ക് ടിക്കറ്റ് ഇല്ല എത്രയോ തിയേറ്ററിൽ. അപ്പോൾ ഞാൻ ഈ പഠിച്ച കോളേജിൻ്റെ ഒരു ഗ്രൂപ്പുണ്ട്, ഞാൻ പറഞ്ഞതാ, വിമൻസ് കോളേജ്. ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള കുറേ പേര് അമേരിക്കയിലുണ്ട്, ഗൾഫിലാണ് ഒരുപാട് പേര്, UK യിലുണ്ട്, ഓസ്ട്രേലിയ ഉണ്ട്, അയർലൻഡിലുണ്ട്. എല്ലാവരും പറയുന്നത് ഇവിടെ എല്ലാം ഉണ്ട് എമ്പുരാനെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം ഞാൻ വിചാരിച്ചു ഈശ്വര, അവർ കാണുന്ന സമയത്തെങ്കിലും എനിക്കൊന്ന് കാണാൻ പറ്റണം, ഇല്ലെങ്കിൽ എല്ലാവരും ബുക്ക്. ഇപ്പോൾ UK യിലെ ആ ടിക്കറ്റിൻ്റെയൊക്കെ ഫോട്ടോ എനിക്ക് വന്നിട്ടുണ്ട്. ആദ്യത്തെ 2 ദിവസവും 3 ഷോ വെച്ച് അത് ഫുള്ളാണ്. എന്നിട്ട് ചിലരൊക്കെ ഉച്ചയ്ക്ക് തുറക്കേണ്ട റെസ്റ്റോറൻറ്റ്സ് വൈകിട്ട് 7:30 ആക്കി ആദ്യത്തെ ഷോ കാണാൻ പോകാൻ വേണ്ടി. അത്രയും പ്രതീക്ഷയോടെയാണ് എമ്പുരാനെ അവർ നോക്കിയിരിക്കുന്നത്. അപ്പോൾ ഈശ്വര, ആ പ്രതീക്ഷകളൊക്കെ ദൈവം അതുപോലെ തന്നെ നേരെയാക്കി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എമ്പുരാൻ മലയാളത്തിന്റെ ഏറ്റവും മുതൽ മുടക്കുള്ള സിനിമയാണ്. നിലവിൽ ഏറ്റവും അധികം പ്രീ ബിസിനസ് നടന്ന സിനിമയാണ്. മറ്റുള്ള ഭാഷകളുടെ ആളുകൾ പോലും ഉറ്റുനോക്കുന്ന ഒരു മലയാള സിനിമയാണ്. അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകുന്ന പ്രതീക്ഷിക്കുന്ന സിനിമയാണ്. അപ്പൊ ഇവിടെ എല്ലാം പൃഥ്വിരാജിന്റെ ഒരു കോൺഫിഡൻസ് ഉണ്ട് അദ്ദേഹത്തിന് ഈ പ്രൊജക്ടിനെ. അല്ല, അത് ശരി, അതുണ്ടായിരുന്നു. ആദ്യമേ തന്നെ പറയുന്നത് ഇല്ല അമ്മ, ഈ പടം അങ്ങനെയാണ് ഇങ്ങനെയാണ്, ലാലേട്ടൻ ഇത്ര ഇതായിട്ട് സഹകരിക്കുന്നില്ല, ആൻ്റണി ചേട്ടനാണ്. ആൻ്റണി ആണെങ്കിൽ എല്ലാം പറയുന്ന എല്ലാം റെഡിയാക്കി കൊടുക്കുന്ന ഒരു പ്രൊഡ്യൂസറും കൂടെ. ഓഫ് കോഴ്സ് അത് തീർച്ചയായിട്ടും ഇത്രയും വലിയൊരു ഹീറോയുടെ പടം നന്നാവുക എന്നുള്ളത് എല്ലാവരുടെയും ആവശ്യമാണ്, ആശീർവാദിനും ആവശ്യമുണ്ട്. ഇപ്പോൾ മോഹൻലാലിനെ സംബന്ധിച്ച് മോഹൻലാൽ അല്ലെങ്കിൽ തന്നെ ഒരു പാൻ ഇന്ത്യൻ സ്റ്റാറാണ്. അതിൻ്റെ കൂടെ ഇപ്പോൾ ഇതിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ കാണാം, അവിടെ എൻ്റെ ചേട്ടൻ വന്നിട്ടുണ്ട് അമേരിക്കയിൽ. അപ്പോൾ ചേട്ടൻ്റെ ഫോണിനകത്തൊരു 100 മെസ്സേജ് കിടപ്പുണ്ട് ഇങ്ങനൊരു പടത്തിനെ പറ്റി പറയുന്നു. ആൻഡ് വി ഹാവ് ഹേർഡ് ദാറ്റ് ദി ഫിലിം ഈസ് ഡയറക്റ്റഡ് ബൈ യുവർ നെവ്യൂ, അതാണിതാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഇതൊക്കെ തന്നെയാണ് ചോദിക്കുന്നത്. അപ്പോൾ അത്രയും ഒരു സംസാര വിഷയമായപ്പോൾ എത്രത്തോളം ഈ ന്യൂസ് എത്തിയിരിക്കുന്നു പലരുടെയും. അതായത് മലയാളം സിനിമ സ്ഥിരമായിട്ട് കാണാത്തവർ പോലും ഇങ്ങനെ ഒരു മലയാള സിനിമ വരുന്നു, ഡോക്ടർ MV പിള്ളയുടെ അനന്തരവനാണ് ഡയറക്ടർ, പിന്നെ മോഹൻലാൽ എന്ന് പറയുന്ന ഗ്രേറ്റ് ഹീറോയാണ് അതിലെ ഹീറോ, ഭയങ്കര പടമാണത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ന്യൂസ് കേൾക്കുന്നു എന്നുള്ളത് ഒരുപാട് പേര് പറയുക. അപ്പോൾ നമ്മൾ അത്രത്തോളം റീച്ച് റിലീസിന് മുമ്പ് തന്നെ ഈ പടത്തിന് കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ. അത് ഈ പറയുന്ന പോലെ മലയാള സിനിമയ്ക്ക് ആ തരത്തിലുള്ളൊരു മാറ്റവും ഒരു പ്രശസ്തിയും പേരും എല്ലാം കൊണ്ടുവരാൻ ആശീർവാദ് സിനിമയ്ക്കും മോഹൻലാലിനും പൃഥ്വിരാജിനും കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എമ്പുരാന്റെ ബഡ്ജറ്റ് അത് മലയാള സിനിമ ഇതുവരെ കേട്ടുകേൾവി വലിയ അവർ പുറത്തുവിട്ടിട്ടില്ലെങ്കിലും ഒരു വലിയൊരു ബഡ്ജറ്റ്. അപ്പം ഇത് എടുക്കുന്ന ഒരു റിസ്കോ അല്ലെങ്കിൽ ഇത് എടുക്കുന്ന ഒരു ഉത്തരവാദിത്തമോ ഒന്നും പൃഥ്വിരാജിന്റെ ഇതുവരെ ഒരു ടെൻഷനായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. കോൺഫിഡൻസ് ഇതിന് അദ്ദേഹത്തെ പ്രാപ്തമാക്കുന്ന അദ്ദേഹത്തിന്റെ പ്ലാനിങ് ആണോ? തീർച്ചയായിട്ടും അതെ. കാരണം രാജു ഒരു പടം പ്ലാൻ ചെയ്യുമ്പോഴേ ഇന്നതുപോലുള്ള കാര്യങ്ങൾ ചെയ്യണം, ഇച്ചിരി പൈസ ചിലവ് ആന്റണി ചേട്ടാ നല്ലത്, അങ്ങനെ പോന്നാ നല്ലത് എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം അവന് വിശ്വാസമുണ്ട്, കൈനഷ്ടം വരാതെ എന്തെങ്കിലും തരത്തിൽ കൂടെ ദൈവം അത് കൊണ്ടുവരും, ഇത് പടം അത് കിട്ടും. കാരണം അത്രയ്ക്ക് പ്ലാൻ ചെയ്ത് ഓരോ സ്ഥലത്തും റിലീസ് അടക്കമുള്ളത് ആൻ്റണിയും മോനും നമ്മുടെ മോഹൻലാലും അവരുടെ കമ്പനിയും അവരുമായിട്ട് സഹകരിക്കുന്ന ഡിസ്ട്രിബ്യൂഷൻ കമ്പനി എല്ലാവരും ഒന്നിച്ചിരുന്ന് തന്നെ പ്ലാൻ ചെയ്യുന്ന, അല്ലാതെ അവനിട്ടേച്ച് പോയി. ഇവരുടെ ഏറ്റവും വലിയൊരു ഉപകാരം ചെയ്തത് ഗൂഗിളും കുമാരൻ സാർ, അത് പറയാതിരിക്കാൻ. എനിക്ക് അദ്ദേഹത്തിന്, ഞാൻ ഈയിടെ അദ്ദേഹത്തിൻ്റെ കൂടെ എനിക്ക് അദ്ദേഹമാണ് എനിക്കൊരു അവാർഡ് തന്നതൊക്കെ, അതിപ്പോഴല്ല 5-6 മാസം മുമ്പാണ്.
ഞാൻ പറയുന്നത് അപ്പം ആ ഒരു കൂട്ടായ്മയിലൂടെ അവന് കിട്ടുന്നൊരു കോൺഫിഡൻസ് ഉണ്ടല്ലോ. ഞാൻ സംവിധാനം ചെയ്ത ഒരു പടം, ഓഫ് കോഴ്സ് ലാലിനോടും അല്ലെങ്കിൽ ലാലുവിനോടും ആൻ്റണിയോടുമുള്ള സ്നേഹവും അടുപ്പവും ഒരു ഭാഗത്ത്, എങ്കിലും ഇതിൻ്റെ ഡയറക്ടർ ഒരു കൊച്ചു പയ്യനാ എന്തായി പോകും എന്ന് തോന്നിച്ചിട്ടില്ലല്ലോ ആർക്കും. അത് ഒന്നാമത്തെ കാര്യം. ലൂസിഫർ, പിന്നൊന്ന് മോഹൻലാലിന് അവനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, ആൻ്റണിക്കുള്ളത്, ഇതൊക്കെ വലിയ പ്ലസ് പോയിന്റ്സ് ആണെന്നല്ല. അപ്പം ഇതൊക്കെ വെച്ചോണ്ട് ഈ പറയുന്ന പോലെ ബജറ്റ് ഒരു പ്രശ്നമാക്കാതെ ഒരു പടം എടുത്തു. പക്ഷേ രാജുവിന് നല്ല വിശ്വാസമുണ്ട് ആ ബജറ്റ് കൈ നനയാതെ അല്ലെങ്കിൽ ഒരു നഷ്ടം വരാതെ അത് ആൻ്റണിക്ക് തിരിച്ചു കിട്ടുമെന്നുള്ള കോൺഫിഡൻസ് അവനുണ്ട്. അത് എനിക്കുമുണ്ട്, തീർച്ചയായിട്ടും കിട്ടും. ഈ സിനിമയിലെ ഒരു പ്രധാന ഘട്ടത്തിൽ അല്പം പ്രശ്നം വന്നപ്പോഴാണ് ഗോകുലം ഗോപാലൻ ഇടപെടുന്നത് നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത്. ആ സമയത്ത് മല്ലികമ്മ ഇതുപോലെ പൃഥ്വിരാജിനോടും ആന്റണി പെരുമ്പാവൂരിനോടൊക്കെ സംസാരിച്ചിരുന്നു ശരിക്കും അങ്ങനത്തെ പ്രശ്നമില്ല? ഞാൻ അങ്ങനത്തെ ബിസിനസ് കാര്യങ്ങളൊന്നും ഞാൻ സംസാരിക്കാറ്. പക്ഷെ എനിക്ക് ഗോപാലൻ തന്നെ അറിയാവുന്നത് കൊണ്ടും അല്ലാതെ എനിക്ക് പരിചയമുള്ളത് കൊണ്ടും ഞാൻ അന്നേരം കേട്ടതെന്ന് വെച്ചാൽ ഈ ലൈക്ക പ്രൊഡക്ഷൻസിന് കുറച്ച് എന്തോ ഒരു ഫിനാൻഷ്യൽ കമ്മിറ്റ്മെന്റ്സ് കൂടി. 2 പടം വന്നില്ലേ, രജനി സാർ പടം പിന്നെ അജിത്തിന്റെ പടം. അപ്പൊ പെട്ടെന്ന് അവർക്ക് ഇത് റിലീസ് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഉള്ളൊരിതാണ്. പക്ഷെ എന്നാലും അവരെ കൊണ്ടാവുന്ന സഹായങ്ങളെല്ലാം അവരിപ്പോൾ ചെയ്യുന്നു എന്നാണ് ഞാനും കേട്ടറിയുന്നതും വായിച്ചറിയുന്നതും. അപ്പോൾ അത് അന്നും. പക്ഷെ ഗോപാലൻ അതുണ്ടെന്നും അല്ല, ഇങ്ങനെ ഒരു പടം വന്നപ്പോൾ അത് ചേട്ടന് വ്യക്തിപരമായ അടുപ്പങ്ങൾ അതിനൊരു മുൻഗണന കൊടുത്തു. പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ല, ഈശ്വര എൻ്റെ മക്കൾ പോലും അടുത്തില്ലാത്ത സമയത്ത് എറണാകുളത്തുനിന്ന് എനിക്ക് ഹോസ്പിറ്റലിൽ എത്താനായിട്ട് ഗോപാലൻ ചേട്ടൻ എനിക്ക് ക്യാരവൻ വരെ അയച്ചെന്ന് കടന്നു വരാൻ. എൻ്റെ മക്കൾ പോലും സ്ഥലത്തില്ല അപ്പോഴും. എനിക്ക് അത്രയും ഒരു ബഹുമാനമുള്ള ഒരു വ്യക്തിയാണ് ഗോപാലൻ ചേട്ടൻ. കാരണം അത് അങ്ങനെയാണ്. ചേട്ടനും സഹധർമ്മിണിയൊക്കെ അതെ ഒരുപാട് ആൾക്കാർക്ക് ഉപകാരം ചെയ്യേണ്ട സമയത്ത് ഉപകരിക്കുന്നത്. ഒരു പടത്തിൽ പോലും ഞാൻ അഭിനയിച്ചിട്ടില്ല അദ്ദേഹത്തിൻ്റെ. പക്ഷെ അതാണ് അദ്ദേഹം. ഞാൻ പറയും എൻ്റെ ബ്രദറുണ്ട്, ഞാനുണ്ട്, അതിങ്ങനെ പോവാണ് ചുമ്മക്ക് അതിനെന്തിനാ കൊള്ളാം ചേച്ചി എന്ന് പറഞ്ഞിട്ട് ആ പൈസ. അപ്പം ഞാനത് വാടകയ്ക്ക് ചോദിച്ചൊരു ക്യാരവനാ നമ്മുടെ സിദ്ധു പനക്കൽ വഴി ഉടക്കം വണ്ടിയിൽ ഇവിടെ കൊണ്ട് വിട്ട് കഴിഞ്ഞ് പൈസ പോലും വാങ്ങിക്കാതെ പോയി. ഞാൻ വിചാരിച്ചു ഈശ്വര എന്ത് കണ്ടിട്ടാണ് ഒന്നും. ഇപ്പോഴൊന്നും അല്ല കേട്ടോ, ഒരുപോലെ കഴിഞ്ഞ കൊല്ലത്തെ എൻ്റെ ഈ മുട്ടിൻ്റെ സംഭവത്തിനിടയ്ക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞതെന്താ വെച്ചാൽ അപ്പോൾ ഈ വ്യക്തിപരമായ അടുപ്പങ്ങളും ഇഷ്ടങ്ങളും പിന്നെ പടം നല്ലതാണെന്നുള്ള ഒരു ഉറച്ച വിശ്വാസം, ഇവരുടെയൊക്കെ നല്ല വാക്കുകൾ, ഇതെല്ലാം കൂടെ വെച്ച് നോക്കുമ്പം അത് ചേട്ടൻ എടുത്തു എന്ന് അറിയുമ്പോഴാണ് ഞാൻ അന്ന് രാത്രിയില്ല ഇത് അറിയുന്നത്. അപ്പോൾ എനിക്ക് വാസ്തവത്തിൽ സന്തോഷം തോന്നി സത്യം പറഞ്ഞാൽ. എമ്പുരാനുമായി ബന്ധപ്പെട്ട അഭിമുഖത്തില് പൃഥ്വിരാജിനോട് ചോദിക്കുന്നുണ്ട്, ഒരു സമയത്ത് ഒരു ആന്റി പൃഥ്വിരാജ് വേവ് ഉണ്ടായിരുന്നു. പൃഥ്വിരാജ് പറയുന്നത് അല്ല, അത് ഇപ്പോഴും ഉണ്ടെന്നാണ്. അതുണ്ടാവും. കാരണം എന്താ വെച്ചാല് പണ്ടേ അതെ. കാരണം ഈ പൃഥ്വിരാജ് ഒരുപാട് അങ്ങ് കുനിയുന്ന ആളല്ല, ഇങ്ങനെ നിന്നോണ്ട് തൊഴത്തേ ഉള്ളൂ, കുനിഞ്ഞുള്ള തൊഴിലില്ല. അതുകൊണ്ടുള്ളൊരു ഒറ്റ കുഴപ്പം. അവനാരെയും കൊണ്ട് നമസ്കാരം ഇതേ ഉള്ളൂ. അല്ലാതെ ഈ തലയും ദേഹവും കൂടെ പകുതി കുനിച്ചേച്ച് തൊഴിയുന്ന അതൊന്നും അവൻ നടക്കുന്നത്. കാരണം അവന് അഭിനയിക്കാൻ അറിയാൻ വയ്യ മനുഷ്യരുടെ മുമ്പിൽ. സത്യം പറയാം, അതാണ് എൻ്റെ ഒറ്റ വാക്കിലുള്ള ഉത്തരം. ഇത് ഞാൻ പറഞ്ഞാൽ ഇപ്പം തന്നെ ഞങ്ങളൊരു കാര്യം പറയുമ്പോൾ താഴത്തെ കമൻസ് ഓരോരുത്തർ എഴുതുന്നത് ചിലപ്പം ഞാൻ എല്ലാവരുടെയും എനിക്ക് ഫേസ്ബുക്കിൽ വരാറില്ല. ഓരോരുത്തരും വിളിച്ച് പറയും ഇങ്ങനെ എഴുതി. ഞാൻ എന്താ മോനെ അത് എഴുതി എൻ്റെ പേര് ഇങ്ങനെ വിട്ടുകളാം. ഇത് വേറെ പല കാരണങ്ങളുണ്ട്, അത് ഞാനിവിടെ പറയുന്നില്ല. ഒരുപാട് കാരണങ്ങളുണ്ട്. അപ്പം എന്ന് പറയുന്ന പോലെ നമുക്ക് ശത്രുക്കളില്ല. ഇനി ആർക്കെങ്കിലുമൊക്കെ നമ്മൾ ശത്രുക്കളാണോ എന്ന് അന്വേഷിച്ച് കിടക്കാൻ പോയാൽ നമ്മുടെ ഉറക്കം പോയി കിട്ടും. ആരോ ശത്രുവാവട്ടെ, ആരൊക്കെയോ മിത്രമാവട്ടെ, എല്ലാവരും മിത്രങ്ങളായിട്ടിരിക്കണമെന്നാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. കാരണം ഒരാളെങ്കിലും പറയട്ടെ ഞങ്ങളെ കൊണ്ട് അവർക്ക് എന്തെങ്കിലും ഒരു ദ്രോഹം ഉണ്ടായിട്ടുണ്ടോ എന്ന് ഇല്ല. അന്ന് ഈ പൃഥ്വിരാജൻ ഈ നന്നായി ഇംഗ്ലീഷ് പറയുന്നു എന്നുള്ളത് വലിയൊരു കുറ്റമായിരുന്നു. പക്ഷെ ഇന്ന് പൃഥ്വിരാജ് തിരിച്ചു ചോദിക്കുന്നുണ്ട്, എന്റെ പോലെ മലയാളം പറയാൻ കഴിവുള്ള എത്ര പേരുണ്ട്. എന്നിട്ട് രാജു മലയാളത്തിൽ പ്രസംഗിക്കും, ഒന്നര നല്ല നല്ല വാക്കുകൾ ഉപയോഗിച്ച് മാന്യമായ രീതിയിൽ മലയാളത്തിൽ സംസാരിക്കാൻ അറിയാം. പക്ഷേ ഇന്ന് ഒരു യൂണിവേഴ്സൽ അപ്പീലുള്ള ഒരു ലാംഗ്വേജ് ഇംഗ്ലീഷ് ആകുമ്പോൾ ഇതുപോലെ ബോംബെയിലും ആന്ധ്രയിലും മദ്രാസിലും ഒക്കെ ചെന്നിരുന്നപ്പോൾ രണ്ടും കൂടെ സംസാരിക്കുക, അല്ലെങ്കിൽ ചിലർ ഇങ്ങോട്ട് ഇംഗ്ലീഷിൽ ചോദിക്കുമ്പോൾ അങ്ങോട്ട് ഇംഗ്ലീഷിൽ പറയാം. ഇതൊക്കെ സ്വാഭാവികമല്ലേ പോലെ ഇവിടെ. ഇപ്പം അതേസമയം ഇപ്പം നമ്മളോട് അവിടെ ചെന്നിരുന്നിട്ട് തെലുങ്കിൽ പടപടാന്ന് ചോദിക്കുക, പറ്റുമോ? ഇല്ല. അപ്പൊ തെലുങ്ക് ചോദിക്കുമ്പോൾ നമ്മൾ ഇംഗ്ലീഷ് പറയും. അപ്പൊ ചിലപ്പോൾ ഈ പറഞ്ഞിട്ട് ഇപ്പോൾ ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അവിടെ ചില വാക്കെങ്കിലും മനസ്സിലാവും. കാരണം കുറേ കാലം മദ്രാസിൽ ജീവിച്ചത് കൊണ്ട്. ഹിന്ദി അറിയാം, തമിഴ് ഞാൻ എഴുതുകയും വായിക്കുകയും പറയുകയൊക്കെ ചെയ്യും. ഹിന്ദിയും അത്യാവശ്യം എവിടെങ്കിലുമൊക്കെ ചെന്ന് പറഞ്ഞാൽ ഒപ്പിക്കാനുള്ള ഒരു ജ്ഞാനം എനിക്കുണ്ട്. വലിയ ഗ്രാമറൊന്നും നോക്കിയല്ല, പക്ഷെ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്കൊക്കെ മനസ്സിലാവും. പക്ഷെ നമുക്ക് ഒട്ടും അറിയാൻ വയ്യാത്ത ഭാഷ എവിടെ എങ്ങനെ. ഞാൻ ഖത്തറിലായിരുന്നു 10-12 വർഷം.
അയ്യോ, ഞാൻ അവിടെ ചെന്ന് ആകെപ്പാടെ 3-4 വാക്കും പഠിച്ചുകൊണ്ട് പോയി. അൽഹംദുലില്ലാ, ഇൻഷാ അല്ലാ, കഫാലക്, ആ സെയിൻ സെയിൻ ഇതൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് പോയി. അവിടെ നിന്ന് ഇപ്പോൾ റെസ്റ്റോറൻറ്റിലാണ് എനിക്ക് 6-7 ബ്രാഞ്ചസ് ഉണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കും, പിന്നെ പഠിക്കാൻ തുടങ്ങി, റെസ്റ്റോറൻറ്റിന് എന്താ അറബി പറയുക, പിന്നെന്താ മക്സാ എന്നൊക്കെ ഇങ്ങനെ ഓരോന്ന് പഠിപ്പിക്കുക. നമുക്ക് ഒരു തരത്തിൽ പെട്ടെന്ന് അങ്ങോട്ട് കയറുന്നില്ല. അപ്പോൾ പറയും, ചേച്ചി ഇവിടെ നിന്നില്ല, ചേച്ചി ഇതിന് ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ പോകുന്നത്, ഇവിടെ നിന്നാൽ മതി, 1 കൊല്ലം കൊണ്ട് അറിയാം. അത് സത്യമാണ്. എൻ്റെ കൂട്ടുകാരൊക്കെ 2 കൊല്ലമായിട്ട് 3 കൊല്ലം സ്ഥിരമായിട്ട് നല്ല പുല്ല് പോലെ ഈ അറബി പറയുന്നത്, നല്ല പുഷ്പം പോലെ, സത്യം, അവർക്ക് പ്രശ്നമേ അല്ല. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് വെച്ചാൽ നമ്മൾ അവരുടെ കൂടെ ജീവിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ പഠിക്കും കുറച്ച് വാക്കുകളൊക്കെ, മനസ്സിലായില്ലേ? ഇപ്പം എല്ലാ ഫ്ലൈറ്റ് കയറുമ്പോൾ ശുക്രൻ ആദ്യമൊക്കെ ശുക്രനോ എന്തോ ശുക്രൻ ചോദിച്ചിട്ടുണ്ട്. പിന്നെ മനസ്സിലായി, അയ്യോ താങ്ക്സ് എന്നുള്ളതിനാണ്. അതാ ഞാൻ അപ്പം അത് കുറേ പ്രാവശ്യം കേൾക്കുമ്പോൾ നമ്മളിങ്ങനെ പഠിക്കുക, അത്രയേ ഉള്ളൂ. അതുപോലെ ഇംഗ്ലീഷ് പറഞ്ഞു, അത് ഇപ്പം മലയാളത്തിൽ നല്ല 1-ാം തരമായിട്ട് സംസാരിക്കുന്ന ആളാണ് പൃഥ്വിരാജും ഇന്ദ്രജിത്തും. പിന്നെ സാഹചര്യമനുസരിച്ച് അവർ ഭാഷ മാറ്റും, അതെല്ലാവരും അങ്ങനെയല്ലേ. ഇപ്പം മമ്മൂട്ടി ആയാലും മോഹൻലാലായാലും അവരോട് ഇംഗ്ലീഷിൽ ചോദിച്ചാൽ ഇംഗ്ലീഷിൽ പറയും, മലയാളത്തിൽ ചോദിച്ചാൽ മലയാളത്തിൽ പറയും, അല്ലേ? ഇപ്പം മലയാളം അറിയാൻ വയ്യാത്ത ഒരാൾ ഇംഗ്ലീഷ് അതെല്ലാം ചോദിച്ചാൽ ഞാൻ എൻ്റെ മാതൃഭാഷയിലേ സംസാരിക്കത്തുള്ളൂ എന്ന് പറയാൻ പറ്റുമോ?